Hi guys, welcome back to my drama explainer. മിന്നുക്ക് ജോങ്വുവിനെ കുറ്റവാളിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് കാണിച്ചുകൊണ്ടായിരുന്നല്ലോ 9ാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. ആക്ച്വലി അവള് കുറ്റവാളിയുടെ അടുത്തേക്ക് ആയിരുന്നില്ല, കുറ്റവാളിയുടെ അടുത്തേക്ക് എത്താനുള്ള വഴിയിലേക്കായിരുന്നു അവള് ജോങ്വുവിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ജിൻസുക്കിന്റെ താല്പര്യപ്രകാരം ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അവനെ ഹിപ്നോസിസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങോട്ടേക്കാണ് മിന്നുക്കും ജോങ്വുവും വന്നിരിക്കുന്നത്. ജിൻസുക്ക് ആ റൂമിൽ നിന്നും ജോങ്വു ഓടുന്നുണ്ട്. അവന്റെ മുന്നിൽ ഓടിയ മറ്റാരെയോ ചേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നു. അയാളുടെ ഫേസ് കണ്ടിട്ടുണ്ടോന്ന് ഡോക്ടർ ചോദിക്കുന്നതിന് ഇല്ല എന്നാണ് ജിൻസുക്ക് റിപ്ലൈ കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന ജോങ്വുവിന് അവിടെ മറ്റാരോ ഉണ്ടായിരുന്നു എന്നത് തന്റെ തോന്നൽ മാത്രമല്ല എന്ന് മനസ്സിലാവുന്നു. കൂടെ തന്നെ കുറ്റവാളിയെ കുറിച്ച് മറ്റെന്തെല്ലാം അറിയാമെന്ന് മിന്നുക്കിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മിന്നുക്ക് മിസ്റ്റർ നമ്മിന്റെ മോളെ അറ്റാക്ക് ചെയ്ത ആളുടെ DNA-യും ആ വാച്ചിൽ നിന്ന് കിട്ടിയ DNA-യും സെയിം ആണ്. അതായത് മിസ്റ്റർ നമ്മിനെ കൊന്ന് അത് സൂയിസൈഡ് ആണെന്ന് വരുത്തി തീർത്തയാളും അതിലെ സാക്ഷിയായി നെയ്ബറെ കൊല്ലാൻ ശ്രമിച്ച അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ മകളെ അറ്റാക്ക് ചെയ്ത ആളും നിന്റെ ഫിയാൻസിയെ കൊന്നയാളും സെയിം ആണ്. അത് മാത്രമല്ല അയാൾ ഇത്രയും വർഷമായിട്ടും നിന്റെ ചുറ്റുമാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് പറയുന്നു. അതാരാണെന്ന് ജോങ്വുവിനെ കണ്ടുപിടിച്ചേ പറ്റൂ. സോ അവനും ഹിപ്നോസിസ് ചെയ്യാൻ തീരുമാനിക്കുവാണ്. ഇപ്പൊ ജോങ്വുവിന് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. കൊലയാളി ഒരു കർട്ടന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുവായിരുന്നു. അയാളും അവനുമായി ഒരു പിടിവലി നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയായിരുന്നു ആ മിറർ പൊട്ടിയിട്ടുണ്ടായിരുന്നതും വാച്ച് അവിടെ വീണിട്ടുണ്ടായിരുന്നതും എല്ലാം. അയാൾ മാസ്കും ക്യാപ്പും ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. ജോങ്വു ഒത്തിരി ട്രൈ ചെയ്ത് അയാളുടെ മാസ്ക് കഴിക്കുന്നു. ഈ സമയത്ത് ഫേസ് കണ്ടോന്ന് ഡോക്ടർ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ ആ ഫേസ് കാണുകയും ചെയ്തതാണ്. പക്ഷെ ആ ഫേസ് ഓർത്തെടുക്കാൻ അവന് പറ്റുന്നില്ല. അവൻ ഒരുപാട് ട്രൈ ചെയ്യുന്നു. നിരാശ മാത്രമാണ് ഫലം. അവൻ ആ ഫേസ് ഓർമ്മയില്ല. പക്ഷെ ആ ഫേസ് കണ്ടതിന് ശേഷം എത്രത്തോളം താൻ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവന് ഓർമ്മ വരുന്നുണ്ട്. ജോങ്വു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു അത്. അതുകൊണ്ടാണ് അവന്റെ ബോഡി തന്നെ ആ ഒരു മെമ്മറി ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടീം ലീഡർ ആണ് കങ്ങോ ഉൾപ്പെടെയുള്ള ടീം മെമ്പേഴ്സിനെ ചറവറ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സ്റ്റേഷന്റെ തൊട്ടു മുന്നേ നല്ല ജോങ്വുവിനെ മിസ്സായത്. പിന്നെ ചീത്ത പറയാതിരിക്കില്ലല്ലോ. എങ്ങനെയാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ടീം ലീഡർ പറയുന്ന സമയത്താണ് ജോങ്വു സ്റ്റേഷനിലേക്ക് വരുന്നത്. വന്ന പാടെ അമ്മ ഒരു ഫോൺ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ടേബിളിൽ വെച്ച് ഇതിൽ സസ്പെക്ടിനെ കുറിച്ചുള്ള തെളിവുണ്ട് എന്ന് പറഞ്ഞ് ആ കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ പ്രൈം സസ്പെക്ട് ആയിരുന്ന ജോങ്വു ഇപ്പോ ആ കേസിലെ വിറ്റ്നസ് ആയി മാറിയിരിക്കുവാണ്. ടീം ലീഡർ 3 കേസിലെയും പ്രതി ഒരാളാണ്. ആ ആള് ജോങ്വുമായി ബന്ധപ്പെട്ട ആളുമാണ്. സോ അവന് ചുറ്റുമുള്ളവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആ DNA-യും കുറ്റവാളിയുടെ DNA-യും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. അതിലേക്ക് എത്തിച്ചേരാനായിട്ട് വേറെ വല്ല തെളിവും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്താണ് മിന്നുക്ക് മിസ്റ്റർ നമ്മിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കീ ചെയിന്റെ കാര്യം പറയുന്നത്. ടീം ലീഡർ അങ്ങനെയാണ് ഈ കീ ചെയിൻ ബേസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ജിൻസുക്ക് റീട്രയലിന് അപ്പീൽ ചെയ്ത് ഈ കേസ് എങ്ങാൻ കുഴഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് ടീം മെമ്പേഴ്സിനോട് പറയുന്നു. ടീം മെമ്പേഴ്സ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു കീ ചെയിൻ കയ്യിലുള്ള ഒത്തിരി പേരുണ്ട്. ജയിലിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് ഈ കീ ചെയിൻ കയ്യിലുണ്ടാവുന്ന എല്ലാ ജയിൽവാസികളെയും അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് കങ്ങോ മാത്രമല്ല ആർക്കായാലും ജോങ്വുമായിട്ട് കണക്ഷൻ വേണ്ടേ, അതുപോലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ജയിൽവാസികളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നു. അതിന് ഈ കീ ചെയിൻ ജയിൽവാസികൾക്ക് മാത്രമായിരിക്കുമോ കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് മിന്നുക്ക് തന്നെ സ്ക്രീനിലേക്ക് നോക്കുന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോയാണ് അവള് നോക്കുന്നത്. കങ്ങോ നീ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ്സിനെയാണോ? അങ്ങനെയൊക്കെ വരുമോ? 2 കൊലപാതകവും ഒരു കൊലപാതക ശ്രമവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇപ്പൊ എന്ത് റീസൺ ഉണ്ടാവാനാ എന്ന് ചോദിക്കുന്നു. മിന്നുക്ക് പ്രതിയുടെ ഫേസ് ജോങ്വു കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മെമ്മറി അവന്റെ ബോഡി തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത്രയ്ക്ക് അവൻ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അവൻ ഷോക്ക് ആയതാണെങ്കിലും അല്ലെങ്കിലും ഇത്രയും ക്രൈം എന്തിനാണ് പ്രതി ചെയ്തത് എന്നതിന്റെ റീസൺ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അതായത് നമ്മൾ ജയിൽവാസികളെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഉത്തരം കിട്ടണമെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ്സിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. പിന്നീട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഡയറക്ടറെയും ഊജിനെയും ജോങ്വുവിന്റെ അമ്മയെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. 7 വർഷം മുന്നേ ക്രൈം നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു? ജോങ്വുവിന്റെ ഫിയാൻസിയുമായി ക്ലോസ് ആയിരുന്നോ? അതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവര് 3 പേരും എല്ലാത്തിനും ആൻസർ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ബിഹേവിയറിൽ മിന്നുകിനും കാങ്ങോയ്ക്കും ഡൗട്ട്സും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ജോങ്വുവിന്റെ അമ്മ. അവന്റെ റിലേഷനിൽ അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കൂടാതെ അവന്റെ ഫിയാൻസി മരിച്ച സമയത്ത് ഫോൺ ഹൈഡ് ചെയ്തതും ഇൻവെസ്റ്റിഗേഷൻ നടന്ന സമയത്ത് ജോങ്വുവിന്റെ ആക്സിഡന്റിനെ കുറിച്ച് കള്ളം പറഞ്ഞതും എല്ലാം അമ്മയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യത്തിൽ അവർക്ക് കൂടുതൽ സംശയം തോന്നുന്നുണ്ട്. പിന്നെ കീ ചെയിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പൂജിൻ അത് അവന്റെ കയ്യിലില്ല, എപ്പോഴോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആൻസർ ചെയ്യുന്നത്. അത് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് എപ്പോഴോ കാണാതായിട്ടുണ്ട് എന്നാണ് ഡയറക്ടർ പറയുന്നത്. അതുപോലെ ഈ കീ ചെയിൻ ജോങ്വുവിന്റെ അമ്മയുടെ കയ്യിലും ഇല്ല. മെഡിക്കൽ ക്യാമ്പിന് ഞാൻ എപ്പോഴും പങ്കെടുക്കാറുള്ളതാണ്, അതുകൊണ്ട് ഇത്ര കാര്യമായിട്ട് കീ ചെയിൻ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അമ്മ റിപ്ലൈ കൊടുക്കുന്നത്. അതായത് ഇവരുടെ 3 പേരുടെ കയ്യിലും കീ ചെയിൻ ഇല്ല. മിസ്റ്റർ നമ്മിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഇവരിൽ ഒരാളുടെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യനിങ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും ജോങ്വുവിന്റെ അമ്മ മിന്നുക്ക് ചോദിച്ച
ചോദ്യങ്ങൾ തന്നെയാണ് ഓർക്കുന്നത്. ജോങ്വുവിന്റെ കല്യാണത്തിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ കേട്ടത്. നിങ്ങളാണോ ആ ഫോട്ടോസ് ജോങ്വുവിന് അയച്ചു കൊടുത്തത് എന്നായിരുന്നു മിന്യോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് അമ്മ ഓർക്കുന്നത് ജോങ്വുവിന്റെ ഫിയാൻസി മരിക്കുന്നതിന് മുന്നേ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ കമ്പനിയിലേക്ക് താൻ പോയതായിരുന്നു. ഇതോർത്ത് അമ്മയെ ഒരുപാട് ടെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ മിന്യോക്ക് മിസ്റ്റർ നമ്മിന്റെ മോളെ അറ്റാക്ക് ചെയ്ത ആളെ ഫോളോ ചെയ്തിട്ട് എവിടെ വരെ എത്തി എന്ന് കങ്ങോയോട് ചോദിക്കുന്നു. സബ്വേ സ്റ്റേഷൻ വരെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രതി എങ്ങോട്ടാ പോയതെന്ന് അറിയാൻ ഇനിയും ഒരുപാട് CCTV ഫുട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട് എന്ന് കങ്ങോ പറയുന്നു. കൂടെ തന്നെ അവൻ ജോങ്വുവിന്റെ അമ്മയുടെ കാര്യം കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നില്ലേ? ആ ഫോണിലേക്ക് വന്ന ഫോട്ടോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്നല്ല അവര് പറഞ്ഞത്. ജോങ്വുവിനെ ബ്രേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായത്തോടെ ഈ ഫോട്ടോസ് എടുത്തതായിക്കൂടെ എന്നും ചോദിക്കുന്നുണ്ട്. മിന്യോക്കിന് കൺഫ്യൂഷൻ മാത്രമാണ്, ഒന്നിനും ആൻസർ കിട്ടുന്നില്ല. ഇവിടെ ജോങ്വു ആണ് അവന്റെ ഫിയാൻസിയുടെ കൊളീഗിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഈ കൊളീഗുമായുള്ള ഫിയാൻസിയുടെ ഫോട്ടോയായിരുന്നു ജോങ്വുവിന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവള് മരിച്ചതിന് ശേഷം കൊളീഗ് ജോലിയിൽ നിന്നും ക്വിറ്റ് ചെയ്തു എന്നാണ് ജോങ്വുവിന് അറിയാൻ സാധിച്ചത്. സോ അവന് ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊളീഗിനെ മീറ്റ് ചെയ്ത് സംസാരിക്കുവാണ് ഇപ്പോ. കൊളീഗ് അവൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് മരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്തത് എന്ന് പറയുന്നു. ആ ഫോട്ടോസ് കാരണം പെട്ടെന്ന് തന്നെ നീ എന്നെ തിരിഞ്ഞു വരുന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 7 വർഷം ടൈം എടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതവളുടെ ലാപ്ടോപ്പാണ്. പിന്നെ ആ ഫോട്ടോയുടെ കാര്യം എങ്ങനെയാ എനിക്കറിയുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഫോട്ടോസ് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് ചെയ്യുന്നില്ലെന്ന് ഞാൻ അവളോട് ചോദിച്ചതായിരുന്നു, പക്ഷെ അത് അവള് കെയർ ചെയ്തില്ല. എന്റെ കൂടെ മാത്രമുള്ള ഫോട്ടോസ് അല്ല, മറ്റു പലരുടെയും കൂടെ അവള് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് പോലെയുള്ള ഫോട്ടോസ് ഉണ്ട്. ആരോ വേണമെന്ന് കരുതി അതുപോലുള്ള ഫോട്ടോസ് എടുത്ത് അവൾക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാകത്തിന് ഫോട്ടോസ് എടുത്ത് നിങ്ങളെ രണ്ടുപേരെയും ബ്രേക്കപ്പ് ചെയ്യിക്കലായിരുന്നു ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോസ് കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എന്നും കൊളീഗ് ജോങ്വുവിനോട് പറയുന്നു. കൊളീഗ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ലാപ്പിന്റെ പാസ്വേഡ് എന്തായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോങ്വുവിന്റെ അടുത്തേക്ക് വൂജിൻ വരുന്നത്. ജോങ്വു, ഞാൻ എന്റെ ജീവിതം ശരിയായ രീതിയിലല്ല ജീവിച്ചതെന്ന് തോന്നുന്നു. അവളെ മീറ്റ് ചെയ്തതിനു ശേഷം എന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. എന്റെ ഭാവിയും ജോലിയും പ്ലാൻസും എല്ലാം അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ അവളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളെ കുറിച്ച് അധിക കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൾ എത്രത്തോളം ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്സെറ്റ് ആയി പറയുന്നു. വൂജിൻ, അതുകൊണ്ട് നീ എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. ഞാൻ അവനെ കണ്ടുപിടിക്കും, അതിന് എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് കോൺഫിഡൻസോടുകൂടെ ജോങ്വു പറയുന്നു. വൂജിനൊന്ന് ആലോചിച്ച് അവനെ കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാനാ? അവളെ കണ്ടതിന് ശേഷമാണ് നിന്റെ ലൈഫ് ചേഞ്ച് ആയത് എന്നല്ലേ നീ പറഞ്ഞേ? നീ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവളുടെ കൊലയാളിയെ നീ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിന്റെ ജീവിതം പഴയതുപോലെ തന്നെ ആയാലോ എന്ന് ചോദിക്കുന്നതിന് ജോങ്വുവിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ജിൻസോക്ക് റീട്രയൽ അപ്പീൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. മിന്യോക്കും കൂടെയുണ്ട്. സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിന്യോക്ക് ജോങ്വുവിന്റെ ഫ്രണ്ടിനോട് തനിയെ സംസാരിക്കുന്നു. വൂജിനും ജോങ്വുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് മിന്യോക്ക് ചോദിക്കുന്നത്. ഫ്രണ്ട് അവർക്ക് രണ്ടുപേർക്കും ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റിയാണ്. ഒരാൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റേയാൾ അതിനു വേണ്ടി എന്ത് ചോദിച്ചാലും വാ തുറക്കത്തുമില്ല. മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് വൂജിനെ അറിയാം. അവന് മെഡിക്കൽ സ്കൂളിൽ ഈസി ആയിട്ട് അതും സ്റ്റഡി ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞത് ജോങ്വുവിന്റെ അമ്മയുടെ ഗാർഡിയൻഷിപ്പ് ഉള്ളത് കൊണ്ടായിരുന്നു. പിന്നെ വൂജിന് സോഷ്യലൈസ് ചെയ്യാൻ മടിയൊന്നും ഇല്ലാത്തത് കാരണം അവൻ പെട്ടെന്ന് ജോങ്വുവിന്റെ ഫ്രണ്ടായി മാറി. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ജോങ്വുവും അവന്റെ അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായത് കാരണം അവരുടെ ഇടയിൽ വൂജിന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയം ജോങ്വു തന്റെ ഫിയാൻസിയുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുവാണ്. അവൻ ഒരുപാട് പാസ്വേഡ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം ഇൻകറക്റ്റ് ആയിരുന്നു. ഇനി ഒരു തവണ മാത്രമേ പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. സോ അവൻ ഒരുപാട് ആലോചിച്ച് ആദ്യമായിട്ട് അവർ മീറ്റ് ചെയ്ത ഡേറ്റ് ടൈപ്പ് ചെയ്യുന്നു. ലാപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയാണ് വാൾപേപ്പറായി വെച്ചേക്കുന്നത്. പോലീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ അവൻ കാണുന്നുണ്ട്. അത് അവൻ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഫോട്ടോസ് ആണുള്ളത് എന്ന് വ്യക്തമായിട്ട് നോക്കാൻ പറ്റുന്നില്ല. അതിനു മുന്നേ ഹെഡ് നഴ്സ് അവന്റെ അടുത്തേക്ക് വന്ന് സർജറിയുടെ കാര്യം പറയുന്നു. മിസ്റ്റർ നമ്മിന്റെ മോളുടെ സർജറി ആണ് കേട്ടോ, അത് ഇന്നാണ് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഇവിടെ മിന്യോക്ക് വൂജിനെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജോങ്വുവിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് വൂജിനാണ്. ജോങ്വുവിന്റെ അമ്മ കാരണം മെഡിക്കൽ സ്കൂളിൽ പഠിക്കാൻ പറ്റി എന്നതുകൊണ്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും. ഇതുപോലെ ജോങ്വുവുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് കാരണമല്ല, സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിലോ എന്നെല്ലാം പറഞ്ഞ് അവൾ നോക്കുന്നത് ആ CCTV ഫുട്ടേജിലേക്കാണ്. ആ 2 ഫുട്ടേജിലുള്ള ആളുടെയും വൂജിന്റെയും അപ്പിയറൻസ് സിമിലർ ആണ്. ഇവിടെ സർജറി സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ആ ഗേളിന് അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ട്. ജോങ്വുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന വൂജിന്റെ കണ്ണുകൾ കാണുന്നതും ആ ഗേൾ ആകെ ഷോക്കായി പോകുവാണ്. പക്ഷെ അവൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതിനു മുന്നേ മയങ്ങി പോകുന്നു. ഇതേ സമയം ഇവിടെ മിന്യോക്കിനെ കങ്ങോ കോൾ ചെയ്യുന്നുണ്ട്. ആ ഗേളിനെ അറ്റാക്ക് ചെയ്ത ആളുടെ റൂട്ട് മാപ്പ് കിട്ടിയിട്ടുണ്ട്. ക്രൈം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ പോയിരിക്കുന്നത് KSH കോസ്മെറ്റിക്സിലേക്കാണ്, അതായത് ജോങ്വു വർക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്കിലേക്ക്. ഇതൂടെ കേൾക്കുന്നതും മിന്യോക്കിനും പല കാര്യങ്ങളും ഓർമ്മ വരുവാണ്. അന്ന് മിസ്റ്റർ നാം വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ദിവസം വൂജിനായിരുന്നു അദ്ദേഹത്തിന് ടാക്സി വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുവഴി അദ്ദേഹത്തിന്റെ അഡ്രസ്സ് കിട്ടാൻ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൂടെ അദ്ദേഹത്തിന്റെ മകള് അച്ഛൻ മരിച്ച ദിവസം വന്നയാളെ നെയ്ബർ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മിന്യോക്കിന് വിളിച്ചു പറഞ്ഞ സമയത്ത് വൂജിനും അവളുടെ അടുത്ത് തന്നെ
തന്നെ ഉണ്ടായിരുന്നു. അവൻ ആ സംസാരം കേൾക്കുകയും ചെയ്തതാണ്. ഈ കാര്യങ്ങൾ ഓർമ്മ വരുന്നതും മിന്നുക്ക് നേരെ സെക്യൂരിറ്റി റൂമിലേക്കാണ് പോകുന്നത്. അന്ന് രാത്രി അപ്പാർട്ട്മെന്റിലേക്ക് പോയ ദിവസം വൂജിൻ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് അവളുടെ സംശയം. ഇവിടെ സർജറി കഴിഞ്ഞു വന്ന ജോങ്വു ആ ഫോൾഡറിലുള്ള ഫോട്ടോസ് ചെക്ക് ചെയ്യുവാണ്. തന്റെ ഫിയാൻസിയും കൊളീഗും ഇരിക്കുന്ന ഫോട്ടോ കണ്ട് ജോങ്വു ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതൊരിക്കലും അവരെ കണ്ടിട്ടല്ല, ആ ഫോട്ടോ എടുത്ത ആളുടെ റിഫ്ലക്ഷൻ കണ്ടിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് വൂജിനാണ്. ജോങ്വു നേരെ വൂജിന്റെ റൂമിലേക്ക് വരുന്നു. അവനെ അവിടെ കാണാനില്ല. മിസ്റ്റർ നമിന്റെ മോളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആ ഗേളും ഇല്ല. വൂജിൻ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിയുന്ന മിന്നുക്കും ആ ഗേളിന് കോൾ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോൺ ആ ബെഡിൽ തന്നെയാണുള്ളത്. അവൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ സർജറിയുടെ മയക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതും വൂജിനാണ് തന്നെ അറ്റാക്ക് ചെയ്തത് എന്ന കാര്യം അവള് മനസ്സിലാക്കുന്നു. അവള് നേരെ ജോങ്വുവിന്റെ അടുത്തേക്ക് പോകാനായിരുന്നു ട്രൈ ചെയ്തത്. പക്ഷെ ഒരു നിഴല് കാണുന്നതും നേരെ റൂട്ട് മാറ്റി സ്റ്റെയർ ഇറങ്ങുമായിരുന്നു. ആ നിഴല് വൂജിനായിരുന്നു. അവൻ അവളെ ഫോളോ ചെയ്യുന്നു. അങ്ങോട്ടേക്ക് വരുന്ന ജോങ്വുവിന് സ്റ്റെയർ ഇറങ്ങുന്ന വൂജിനെ കാണുന്നതും അന്ന് നടന്ന കാര്യം ഓർമ്മ വരുവാണ്. അന്ന് താൻ സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നതും ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതും വൂജിനെ തന്നെയായിരുന്നു എന്ന് ജോങ്വു റിയലൈസ് ചെയ്യുന്നു. അന്നും ജോങ്വുവിന് അത് വലിയൊരു ഷോക്കായിരുന്നു. ഇന്നും അതിലൊരു മാറ്റവും ഇല്ല. അവൻ ഫ്രീസ് ആയി പോകുന്നു. ഇതേ സമയം പാർക്കിംഗ് ലോട്ടിലെ റൂമിൽ പേടിച്ചൊളിച്ചിരിക്കുവാണ് മിസ്റ്റർ നമിന്റെ മകള്. അന്ന് അവളെ അറ്റാക്ക് ചെയ്ത് ഓർത്തുകൊണ്ട് വൂജിൻ ആ റൂമിന്റെ ഡോർ തുറക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.